കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളത്. ഒന്ന്, കേരളത്തിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ ഒരു പ്രദേശമാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ഉണ്ടാകുന്ന എന്ത് സംഭവ വികാസങ്ങളും വർഗീയമായ അല്ലെങ്കിൽ അത്തരം അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയായ ചൂരി മേഖലയിലെയും മധുർ പഞ്ചായത്തിലെയും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും പ്രദേശങ്ങൾ എന്നുള്ളത് വളരെ സെൻസിറ്റീവാണ്. ഇവിടെയാണ് റിയാസ് മൗലവി വധമടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് ഒരു പള്ളിയിലെ ഇമാമിനെ ഒരു പള്ളിയിലെ ജോലി ചെയ്യുന്ന ഒരാളെ മുസ്ലിം ആയത് കൊണ്ട് മാത്രം കൊലപ്പെടുത്തിയ സംഭവങ്ങളടക്കം സംഭവിച്ച ഒരു സ്ഥലം എന്നുള്ള നിലക്ക് കാസർഗോഡ് ജില്ലയിലെ ചൂരി അടക്കമുള്ള പ്രദേശങ്ങൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ചർച്ചയാകപ്പെട്ട അത്തരത്തിൽ വളരെ വളരെ വലിയ വൈകാരികമായ ഇടപെടലുകളിലേക്ക് കടന്നുപോയ സ്ഥലങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ആക്രമണ സ്വഭാവമുള്ള ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ബാസിത്ത് എന്ന മുസ്ലിം യുവാവിന് നേരെയാണ് ഒരു സംഘപരിവാർ ക്രിമിനൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ രാത്രി 12 മണിക്ക്, അതായത് ഈ ബാസിത്ത് എന്ന യുവാവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മീപ്പുരി എന്നുള്ള പ്രദേശത്ത് ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്ന സ്ഥലത്ത് അവരുടെ ഒരു കട തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ അവരുടെ കട തുടങ്ങാനുള്ള അതിന്റെ ഇനോഗ്രേഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി രാത്രി ജോലി എടുക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് ആ സ്ഥലം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു സംഘപരിവാർ പ്രവർത്തകൻ ഈ ഒരു ബാസിത്തിന് നേരെ ഒരു വധശ്രമം നടത്തിയത്. കൃത്യമായിട്ട് വാളുപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് ബാസിത്ത് എന്ന യുവാവിന് നേരെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും പിന്നീട് കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് നില ഗുരുതരമായതിനാൽ മംഗലാപുരത്ത് കൊണ്ടുപോവുകയും സർജറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയുമാണ്. ഇത്തരം ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് സമീപ പ്രദേശങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ കാല ആക്രമണങ്ങളിൽ ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിലെ യുവാക്കളെയും അല്ലെങ്കിൽ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിനെയും അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണങ്ങൾ എന്നുള്ളത് വളരെ വ്യവസ്ഥാപിതമാണ്, വളരെ ആസൂത്രിതമാണ്. ഈ ഒരു മേഖലയിൽ ഒന്നാകെ സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാതിരിക്കുകയും പ്രതികൾ പുല്ലുപോലെ വീണ്ടും ഇറങ്ങി പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗ്യപത്രം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ആക്രമണങ്ങൾ എന്നുള്ളത്. ഇതില് ഇപ്പോഴ് അബ്ദുൽ ബാസിത്തുമായിട്ട് ഒരു പരിചയവുമില്ലാത്ത ഒരു മുൻവൈരാഗ്യവും ഇല്ലാത്ത ഒരാളാണ് ഒരു ആക്രമണം നടത്തിയത്. അതായത് കൃത്യമായിട്ട് കയ്യിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നു, ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളും മനസ്സിലാക്കുന്നു. ഇതിൽ ഈ ആക്രമണം നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ബാസിത്തിന് നേരെ ആക്രോശിച്ചിട്ട് വന്നിട്ടുള്ളത് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നീ എങ്ങനെയാണ് കച്ചവടം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ഈ ആക്രമി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഇവിടെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല, ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, ഇവിടെ നീ എന്ത് ഉദ്ദേശത്തിൽ നീ എന്ത് വിചാരിച്ചിട്ടാണ് കച്ചവടം ചെയ്യാൻ വന്നത്, ഇവിടെ എന്ത് വിചാരിച്ചിട്ടാണ് നീ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നത്. അതായത് മീപ്പുഗിരി എന്ന പ്രദേശത്ത് ഈ ഒരു പ്രത്യേക ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സിൽ ഇത്തരം ഒരു കച്ചവടവുമായിട്ട് മുമ്പോട്ട് പോകാൻ നിനക്കാരാണ് അനുവാദം തന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരേന്ത്യൻ മോഡൽ വർഗീയതയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയ ആക്രോശവുമായി കയ്യിൽ കരുതിയിരിക്കുന്ന ആയുധവുമായിട്ടാണ് അബ്ദുൾ ബാസിത്തിന് നേരെ പാഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ പാഞ്ഞെടുത്തിട്ടുള്ള പ്രതി പിന്നീട് അദ്ദേഹത്തിന്റെ കഴുത്ത് ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. പക്ഷെ അദ്ദേഹം കൈകൊണ്ട് തടഞ്ഞത് കൊണ്ട് കയ്യിലേക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ പ്രതി ആക്രോശിക്കുകയും അവരെ പിന്നാലെ പോയത് കൊണ്ട് മാത്രമാണ്
അബ്ദുൽ ബാസിത്ത് ഈ ബാസിത്ത് എന്ന യുവാവ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പറയുമ്പോഴുള്ള ചില ലഹരി ഉപയോഗങ്ങൾ കൊണ്ട് മാത്രമുണ്ടാകുന്ന വർഗീയതയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു മേഖലയിൽ സംഘ് പരിവാറിന് നിർണായകമായ സ്വാധീനമാണ് ഉള്ളത്. അവർക്ക് ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ ഓരോ സമയത്തും ഈ ക്രിമിനലുകൾ അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് പോലും ഇത്തരം ഒരു വർഗീയമായ അല്ലെങ്കിൽ ഇത്തരം വിഷലിപ്തമായ മനസ്സിന്റെ ചിന്താഗതിയുമായിട്ട് ആക്രമണങ്ങൾ നടത്താൻ ഇത്തരം ആളുകൾക്ക് കഴിയുന്ന ഒരു മേഖലയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഇത് ഉയർത്തുന്നുള്ളത്. കാരണം ഈ ബാസിത്ത് എന്നുള്ള ചെറുപ്പക്കാരനെ ഈ പ്രതിക്ക് മുമ്പ് ഒരു പരിചയവുമില്ല. അദ്ദേഹം ഈ കട തുടങ്ങുന്ന ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് സംഘ് പരിവാറിന് വളരെ നിർണായകമായ സ്വാധീനമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ തോന്നിയതും അതിന്റെ പിന്നാലെ ഇത്തരം ഒരു ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുമുള്ള ഘടകം എന്നുള്ളത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ സംഭവ വികാസങ്ങളും ഓരോ സമയത്ത് നടന്ന ഇത്തരം ആക്രമണങ്ങളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംഘ് പരിവാറിന് അല്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകൾക്ക് ഇതൊരു വലിയ പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആക്രമണ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഹീറോ പരിവേഷം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുമ്പ് ക്രിമിനൽ പ്രവർത്തനം ഇത്തരം നിരവധിയായ കേസുകളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഫാൻസ് അസോസിയേഷനുകൾ രൂപീകരിക്കുക, അവരുടെ ഫ്ലക്സുകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ആ ഗ്രൂപ്പുകൾ മുഖേന ഇവരെ ഹീറോ പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ അണികൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുമ്പ് പല പ്രാവശ്യവും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പ്രതിയായിട്ടുള്ള ആൾ പിന്നീട് ആത്മഹത്യ ചെയ്തപ്പോൾ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇക്കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കൃത്യമായിട്ട് ഇടപെടുകയും പ്രതിയെ മനസ്സിലാക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ റിയാസ് മൗലവി വധമടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ ബാക്കി പത്രമായി കൊണ്ട് അവസാന നിമിഷങ്ങളിൽ കോടതികളിൽ നിന്നും പ്രതികൾ സ്വൈര്യവിഹാരത്തോടുകൂടി ഇറങ്ങി വരുന്ന കാഴ്ചകൾ ഉണ്ടായ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഇതിലുള്ള ഭാവി നടപടികൾ എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു പ്രദേശം ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം എഴുതി കൊടുത്തിരിക്കുന്ന എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ ഈ പ്രദേശങ്ങൾ ഞങ്ങളുടേതാണ്, ഇവിടെ മുസ്ലിങ്ങൾ കട തുടങ്ങാൻ പാടില്ല, ഇവിടെ മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത്തരം ആക്രോശങ്ങൾക്ക് ഇത്തരം ക്രിമിനലുകളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇത്തരം ഒരു സാഹചര്യം കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മനസ്സുണ്ടാകുന്നത്? ഇത് ഒരു കേവലം ലഹരി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം മയക്കുമരുന്നുകളോ ഏതെങ്കിലും രീതിയിലുള്ള സംഗതികൾ ഉപയോഗിച്ചാൽ അവർക്കുടനെ ഇവരെ കാണുമ്പോൾ വൈകാരികമായ ഇത് തോന്നുകയാണ്. ഇവർ എന്തിനാണ് ഇവിടെ നമ്മുടെ പ്രദേശത്ത് കട തുടങ്ങാൻ പോകുന്നത് എന്ന് തുടങ്ങുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇന്ത്യ രാജ്യത്തിലെ ഒരു പ്രദേശത്ത്, ഇന്ത്യയിലെ ഏത് പ്രദേശത്തും ആർക്കും അവരുടെ ജീവിതോപാധിയോ അല്ലെങ്കിൽ അവരുടെ മറ്റു മാർഗങ്ങളോ സഞ്ചരിക്കാനോ ഉള്ള ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായ ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് മാത്രം നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല, നിങ്ങൾ ഈ പ്രദേശത്ത് സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുമായിട്ട് ഇത്തരം സംഘപരിവാർ ക്രിമിനലുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് തോന്നാനുള്ള ഇത്തരം ഉൽപാദന ഫാക്ടറികൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള മദ്യമടക്കമുള്ള ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ഉടനെ ഇവർക്ക് തോന്നുകയാണ് ഇവരെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പള്ളിയിൽ കിടക്കുന്ന ഉസ്താദിനെ ഒരു റിയാസ് മൗലവിനെ കാണുമ്പോൾ ഇവർക്ക്, അല്ലെങ്കിൽ അവിടെ
കിടന്നുറങ്ങുന്ന ആളിനെ കൊല്ലണമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇത്തരം ഒരു കച്ചവട സ്ഥാപനം നടത്തുന്നയാളെ കൊല്ലണമെന്ന് തോന്നുകയാണ്, അവർ ഇവിടെ കച്ചവടമോ അല്ലെങ്കിൽ അവരുടെ ജീവിതോപാധിയോ നടത്താൻ പാടില്ല, ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് ഇവർക്ക് തോന്നുകയാണ്. അങ്ങനെ കയ്യിൽ കരുതിയിരിക്കുന്ന ആയുധങ്ങളുമായിട്ട് ആക്രമണം നടത്തുകയാണ്. ഈ ആയുധങ്ങൾ എന്നുള്ളത് ഏത് സമയത്തും ഇവർ കയ്യിൽ ഉപയോഗിച്ച് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഇത് എന്നത് കൃത്യമായിട്ട് പറയാതിരിക്കാൻ വയ്യ. അത് മനസ്സിലാക്കി തരുന്നത്, ഈ ഒരു സംഭവം, പ്രത്യേക സംഭവം മനസ്സിലാക്കി തരുന്നത് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഏത് നിമിഷവും ആക്രമണം നടത്താൻ കഴിയുന്ന രീതിയിൽ ഇവിടത്തെ ക്രിമിനലുകൾ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള വാളടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടാകുന്നു. ഇത് അവരുടെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുന്നു. അവർക്ക് ഇത്തരം അവരുടെ ഈ ഒരു മേഖലയിൽ, അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. ആരെങ്കിലും പുതിയ സ്ഥാപനങ്ങളോ പുതിയ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് വന്നാൽ അത് ആക്രമിക്കപ്പെടേണ്ടതാണെന്ന് അവർ ജീവിക്കാൻ പോലും അർഹരല്ലെന്നുമുള്ള ചിന്താഗതിയും അത്തരം ആശയങ്ങളും ഇവരുടെ മനസ്സിൽ ഉണ്ടാകുന്നു. ഉടനെ തന്നെ ഈ ഒരു ആയുധവും ഉപയോഗിച്ചുകൊണ്ട്, അതിനെ നിരീക്ഷിച്ചുകൊണ്ട് ഈ ഒരു യുവാക്കൾക്ക് നേരെ അല്ലെങ്കിൽ അത്തരം തുടങ്ങുന്ന ആളുകൾക്ക് നേരെ ആക്രമണ സ്വഭാവമായി വരുന്നു. അവരെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. അത്തരം ഒരു കഴുത്ത് ലക്ഷ്യമാക്കിയുള്ള വലിയൊരു ആക്രമണത്തെ യുവാവ് അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഭവങ്ങളിലേക്ക് കടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള വലിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ടൗണിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ചൂരി അടക്കമുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ചും സംഘ് പരിവാർ അവരുടെ ടാർഗറ്റ് മേഖലയായി അത്തരം കാര്യങ്ങളായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ ബാക്കിയാവുന്നുണ്ട്. ഇവർക്ക് കൃത്യമായിട്ട് കോടതികളിൽ പിന്തുണ നൽകാൻ ആളുകൾ ഉണ്ടാകുന്നു. ഇവരുടെ നിയമപരമായ കാര്യങ്ങൾക്ക് ആളുകൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് മറ്റൊരു സംഭവം ഈ ഒരു മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് പഴയ ചൂരിയിലുള്ള ഈ റിയാസ് മൗലവി കൊല്ലപ്പെട്ട അതേ പള്ളി പരിസരത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു ആക്രമണം മീപ്പുഗിരി എന്നുള്ള പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കൃത്യമായിട്ട് ഇടപെടുകയും പ്രതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പ്രതികൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാനങ്ങളിൽ നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവാതെ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവുകയും ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനപരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഒരു സംഘപരിവാറുമായി ബന്ധമുള്ള ആൾ ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ ഇത്തരം ഒരു കാസർഗോഡിനെ വർഗീയതയിലേക്ക് തള്ളിവിടാനുള്ള കാലങ്ങളായിട്ടുള്ള ശ്രമങ്ങളുടെ ബാക്കി പത്രം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ആക്രമണ പ്രവർത്തനം എന്നുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് പരമമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇവിടത്തെ ഭരണകൂടവും സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി യഥാർത്ഥ പ്രതികളെയും ഇതിന് മറ്റു ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയും വേണം. അത് കൃത്യമായിട്ട് ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തങ്ങൾക്ക് ഹീറോ പരിവേഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ പേരിൽ ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ തങ്ങളുടെ ആക്രമണ പ്രവർത്തനങ്ങളെ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഇത്തരം പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ നിയമവ്യവസ്ഥയും ബന്ധപ്പെട്ട സർക്കാരും പോലീസും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ എവിടെയാണോ സംഭവിക്കുന്നത് നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താനുണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇത് അതിഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കാല ആക്രമണ പ്രവർത്തനങ്ങളിലെ പ്രതികൾക്ക്
പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ പലപ്പോഴും ഈ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു പ്രതി എന്നുള്ളത് മുമ്പും ചില കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ആള് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ വരും ദിവസങ്ങളിലെ പോലീസ് പൂർണ്ണമായിട്ടും പുറത്തുവിടുകയുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന നിലവിലെ അവസ്ഥകൾ വെച്ച്, നിലവിലെ വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു പോകിരുന്ന ഒരു മേഖലയെ ഒന്നാകെ പിടിച്ച് അത്തരം ഒരു മേഖലയെ വർഗീയതയിലേക്ക് തള്ളിവിടാനുള്ള മറ്റൊരു ശ്രമം കൂടിയാണ് ഇപ്പോൾ കാസർഗോഡ് സംഭവിച്ചിരിക്കുന്ന ഈ ബാസിത്ത് എന്നുള്ള യുവാവിന് നേരെയുള്ള വധശ്രമം, കൊലപാതക ശ്രമം എന്നുള്ളത്. തലനാഴികയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട ഒരു യുവാവ് കൂടി കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അതിന് പിന്തുണ നൽകുന്നവരെയും അതിന് എല്ലാവിധ ഒത്താശ ചെയ്യുന്നവരെയും നിയമപ്രകാരം ശിക്ഷിക്കാനും അവർക്ക് അർഹമായ ശിക്ഷകൾ ലഭിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ഒരു റിയാസ് മൗലവി പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇത്തരം ബാസിത്ത് പോലെയുള്ള ചെറുപ്പക്കാരെ ആക്രമിക്കപ്പെടാതിരിക്കാനുമുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം ഒരു പ്രദേശങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനത്തിന്റെ മേഖലയായി മാറ്റുന്ന ആളുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അത്തരക്കാരെ ഒറ്റപ്പെടുത്താനും ഈ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തെ പറ്റി ആത്യന്തികമായി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.